السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കുടുംബങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സമാധാനം നൽകട്ടെ, വലിയ സലാമത്ത് നൽകട്ടെ. എന്ത് മുറാദുകളുണ്ടോ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസുലാക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സ്വാലിഹായ നല്ല ഒരു ഭർത്താവിന് മാത്രം ഉണ്ടാകുന്ന 4 ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ടാകും, എന്നാലും അതിൽ വളരെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ്, 4 കാര്യങ്ങളാണ് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പരസ്പര വിശ്വാസവും സ്നേഹവും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഒന്നാമത്തെ അടയാളം എന്നുള്ളത് ഭാര്യയോട് ഒരു ഭർത്താവിനുണ്ടാകുന്ന സ്നേഹം. നല്ല ഭർത്താക്കന്മാർ അവരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ആ ഭർത്താവിന് മാത്രമേ ഈ ഗുണങ്ങൾ ഉണ്ടാകുള്ളൂ. ഞാൻ നല്ലൊരു ഭർത്താവാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഉഷാറാണ്, ഭാര്യയുമായുള്ള വിഷയത്തിൽ ഭാര്യയോടുള്ള സ്നേഹത്തിലൊക്കെ ഞാൻ നല്ല ഉഷാറാണ്, എനിക്കെന്തോ ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഒന്നാമത്തത്, ഭാര്യയോട് നല്ല രീതിയിൽ വർത്തിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക. അത് നല്ലൊരു ഭർത്താവിൻ്റെ അടയാളമാണ്. അതൊരു നിസ്സാര കാര്യമായി വാക്കായി നിങ്ങൾ കാണേണ്ടതില്ല. അതിലാണ് എല്ലാം. ഒരു ഭർത്താവ് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ, ആദ്യം അവന് വേണ്ടത് നല്ല സംസാരമാണ്. തുറന്ന സംസാരം, അല്ലേ? ഓപ്പൺ സ്പീക്ക്, ഓപ്പൺ ലവ് എന്നൊക്കെ പറയും. തുറന്ന സ്നേഹവും തുറന്ന സംസാരവും ഭാര്യയോടുണ്ടാവുക എന്നുള്ളത്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ പോലും നിങ്ങൾ ഭാര്യമാരോട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നാണ്, നല്ല രീതിയിൽ വർത്തിക്കണമെന്നാണ് പറഞ്ഞത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ, ഏറ്റവും നല്ല ആളുകൾ ആരാണ്? തൻ്റെ സ്വന്തം ഇണ, നമ്മുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യയോട് നല്ല രൂപത്തിൽ സംസാരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭാര്യയെ സംബന്ധിച്ച് അവൾക്ക് വലിയ കൊട്ടാരമുണ്ടാക്കി കൊടുത്തു, അതല്ലെങ്കിൽ അവൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ നല്ലതാണ്, വേണ്ട എന്നല്ല. എല്ലാറ്റിലും ഉപരി ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ ഒരു കരുതൽ മാത്രമാണ്. അല്ല, ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുക, ഭർത്താവ് എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്, ഭർത്താവ് എന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്കെൻ്റെ ഭർത്താവ് ഉണ്ട്, എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കെൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം ഒരു ഭാര്യയ്ക്കുണ്ടാവുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അതൊരു ഭർത്താവിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എന്ത് പ്രതിസന്ധികളും, ഉദാഹരണം പറഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, നാത്തൂമാരോ അല്ലെങ്കിൽ അമ്മായിമ്മമാരോ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ്, അല്ലേ? അന്നും ഇന്നും എന്നും ഇതുണ്ടാകുന്നുണ്ട്. അള്ളാഹു നല്ല സ്നേഹം, നല്ല തുറന്ന സ്നേഹം നമ്മളിൽ നൽകട്ടെ. ഭാര്യ, നമ്മുടെ മരുമകൾ,
നമ്മുടെ മകൻ്റെ ഭാര്യയായി വരുന്ന ആ ഒരു സ്ത്രീ അത് നമ്മുടെ സ്വന്തം മകളായി കാണണം. അമ്മായിമാരോട് പറയുകയാണ്, അവൾ നമ്മുടെ സ്വന്തം മകളാണെന്ന് കരുതിയാൽ മതി, ഒരു പ്രശ്നവുമില്ല. തുറന്ന സംസാരം അതൊക്കെ ഞാൻ മുമ്പത്തെ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഭാര്യ ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്കെൻ്റെ ഭർത്താവ് താങ്ങും തണലുമാണ് എന്നുള്ളതാണ് അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഒന്നാമത്തെ അടയാളം, ഭാര്യയോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അവളെ സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതൊരു സ്വാലിഹായ ഭർത്താവിൻ്റെ ഒന്നാമത്തെ അടയാളത്തിൽ പെട്ടതാണ്. രണ്ടാമത്തെ അടയാളം, അതെ, തൻ്റെ ഭാര്യ റബ്ബിനോട് വല്ലാതെ അടുക്കുന്നൊരു സ്ത്രീയാണ്. അവൾ അള്ളാഹുവിലേക്ക് നിസ്കാരവും ഇബാദത്തും നോമ്പുകളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സഹോദരിയാണ്. ആ ഒരു വിഷയത്തിൽ തൻ്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സന്തോഷങ്ങളും അവിടെ കൂടെ നിന്ന് അവളെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യ, ചില ഭർത്താക്കന്മാരുണ്ടാവും, ഇതിപ്പോൾ വലിയൊരു നിസ്കാരക്കാരി, അവളെപ്പോൾ നോക്കിയാലും ഖുർആൻ ഓതുന്നു, നേരത്തെ എണീറ്റ് സുബഹി നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, മൗലിദ് ചൊല്ലുന്നു, മാല ചൊല്ലുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകൾ അല്ലേ. ഭാര്യ നല്ലത് കാര്യം ചെയ്യുമ്പോൾ, നല്ലൊരു കാര്യം, അത് ഇബാദത്താവട്ടെ, മറ്റുള്ള വീട്ടിലെ വിശേഷങ്ങളാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നല്ലത് ചെയ്യുമ്പോൾ അതിനെ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ലത് അവൾ കാണിക്കുമ്പോൾ അവളോട് അതിനെക്കുറിച്ച് സന്തോഷം പങ്കിടുകയും അവളുമായി എല്ലാ ഒരു നല്ല പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര ആളുകളുണ്ട് ഭാര്യമാർ ഖുർആൻ ഓതുമ്പോൾ, നിസ്കരിക്കുമ്പോൾ കളിയാക്കുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ, കൊത്തുവാക്കുകൾ പറയുന്നവരില്ലേ. ഒരു ഭർത്താവിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്നുള്ളത് തൻ്റെ ഭാര്യയെ ബഹുമാനിക്കുക എന്നുള്ളതാണ്, ഭാര്യയെ സ്നേഹിക്കുക എന്നുള്ളതാണ്, ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കൂടുതലും ഭർത്താക്കന്മാർ തൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലോ തൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ, ഇപ്പോൾ തമാശക്കായിക്കോട്ടെ, പക്ഷെ അവൾക്കത് എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. തമാശക്കായിക്കോട്ടെ, എന്നാൽ പോലും നമ്മൾ വാക്കുകൾ പരിധി വിടാതെ നാം ശ്രദ്ധിക്കുക, അവളെ കൊച്ചാക്കാതിരിക്കുക, മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അവളെ ഇകഴ്ത്താതിരിക്കുക, പുകഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്താതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ രണ്ടാമത്തെ അടയാളം എന്ന് പറഞ്ഞത്, ഭാര്യ നല്ലത് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക. അവൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ മാഷാ അല്ലാഹ് നല്ല സന്തോഷമാണ്. അവൾ നല്ല വസ്ത്രം ധരിച്ചാൽ മാഷാ, നല്ലത് ചെയ്താൽ അത് നല്ലതെന്ന് പറയാനുള്ള തുറന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. എന്ന് കരുതി ഭാര്യ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല കേട്ടോ. അത് ഞാൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ അടയാളം അതിനെക്കുറിച്ചാണ്. ചില വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ അടയാളം. ഒരു തെറ്റ് സംഭവിച്ചു ഭാര്യയിൽ നിന്ന്, ഹറാമായ ഗുരുതരമായ തെറ്റുകളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? അതിന് നിങ്ങൾ ശാസിക്കണം, അതിന് നിങ്ങൾ പ്രതികരിക്കണം, മറ്റുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത് ചെറിയ വിട്ടുവീഴ്ചകൾ. ഭക്ഷണം ഉണ്ടാക്കിയത് ശരിയായില്ല, അതിൽ ഉപ്പ് കുറഞ്ഞു പോയി, അതല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാതെയായി, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു, അവൾ വസ്ത്രം അയൺ ചെയ്ത് തന്നു, ഡ്രസ്സ് തേച്ച് തന്നു, അപ്പോൾ അത് വൃത്തിയായില്ല, ചുളുക്കൊക്കെ നന്നായി ഉണ്ട്, അപ്പോൾ അതിന് ശാഠ്യം പിടിക്കുക, ദേഷ്യപ്പെടുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭാര്യയെ വല്ലാതെ വഴക്ക് പറയുന്നവർ, സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ കൈവെക്കുന്നവർ, ഭാര്യയുടെ ശരീരത്തിൽ കൈവെക്കുന്ന ആളുകളുണ്ട്. അതായത് ഭാര്യയെ അടിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നാം ചെയ്യാൻ പാടില്ല. നമ്മുടെ ഭാര്യയെ ഒരിക്കലും നാം അടിക്കരുത്. സാധുവാണ് നമ്മുടെ ഭാര്യമാർ. നമുക്ക് ഭർത്താക്കന്മാർ, ഇപ്പം ഞാനും ഒരു ഭർത്താവാണ്, നമുക്ക് നമ്മുടെ ഭാര്യയുടെ വീട്ടിൽ പോയി ഒരു ദിവസം നമുക്ക് നിൽക്കാൻ പറ്റും? ഒരിക്കലുമില്ല.
നമുക്ക് ശരിക്കും അവിടെ നമ്മുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും അല്ലേ. ചിലപ്പോൾ മണിക്കൂറുകൾ പോലും നിൽക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ വേഗം അവിടെ നിന്ന് തടി തപ്പും. പിന്നെ വരാം, അല്ലെങ്കിൽ രാത്രി വരാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങും. അതേസമയത്ത് നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിൽ വന്ന് വർഷങ്ങളായി നിൽക്കുകയല്ലേ. നമുക്ക് വേണ്ടി അവളുടെ എല്ലാ ആരോഗ്യവും നമുക്ക് വേണ്ടി ചിലവഴിച്ചതല്ലേ. ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അവളുടെ ശരീരം ചിലപ്പോൾ നന്നായി തടിക്കും, അവളുടെ ശരീരഭാഗങ്ങളൊക്കെ മെലിഞ്ഞു പോകാനോ അതല്ലെങ്കിൽ എന്തൊക്കെയോ കുറവുകൾ നമുക്ക് തോന്നാം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് കൊണ്ടാണ്. നമുക്ക് വേണ്ടിയാണ് അവളെല്ലാ ത്യാഗവും സഹിക്കുന്നത്. വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് എനിക്ക് എൻ്റെ ഇക്കയുണ്ടല്ലോ എന്നുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. അവളുടെ ഉമ്മ, ഉപ്പ, അവളുടെ അനുജൻ, അനിയത്തി, ജ്യേഷ്ഠൻ, കുടുംബം ഒക്കെ വിട്ടെറിഞ്ഞ് നിൻ്റെ കൂടെ ജീവിക്കുകയാണ് അവൾ അല്ലേ. അപ്പം അതുകൊണ്ട് അവൾക്ക് വേണ്ട ഏറ്റവും വലിയ കരുതൽ നീയാണ്. അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറണം. ഒരിക്കലും ഭാര്യമാരെ അടിക്കരുത്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ അടയാളം, ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക. ചെറിയ തെറ്റുകളൊക്കെ വന്നാൽ അതിനൊന്നും ഷാഠ്യം പിടിക്കാതെ, ദേഷ്യം വെക്കാതെ, ഒച്ച വെച്ച് ബഹളം വെക്കാതെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പുറത്തു പോകുന്ന ഒരാളാണെങ്കിൽ അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു, അപ്പോൾ നമ്മളത് കഴിച്ചു, പിന്നെ കുറച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ നമുക്ക് ആ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ ഒരു രുചിക്കുറവ്. അവളോട് പറയുക, ഈ ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, അതെന്തോ ഒരു കുറവുണ്ട്, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിക്കൽ പോലും അങ്ങനെ പറയരുത്. സന്തോഷത്തോടെ അത് പൊതിഞ്ഞു വാങ്ങുക, പാത്രത്തിലാക്കി കൊണ്ടുപോവുക. നിനക്ക് വേണ്ട, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പാവപ്പെട്ട യാചകരുണ്ടാകും, ഭക്ഷണം കിട്ടാതെ വലയുന്നവരുണ്ടാകും, അവർക്ക് കൊടുക്കുക. ആ കൂലി നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും ആ കൂലി കിട്ടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ വല്ലാതെ നീട്ടിപ്പരത്തി പറയുന്നില്ല. വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കുക. നാലാമത്തെ അടയാളം, ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ്. വലിയ വലിയ ആഗ്രഹങ്ങളല്ല, ഭാര്യമാരായാൽ പോലും നമ്മുടെ ഭർത്താവിന് ഉള്ളതിനനുസരിച്ച് നമ്മൾ പറയാൻ ശ്രമിക്കണം അല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഭാര്യ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നമ്മൾ നിറവേറ്റി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കുറച്ചപ്പുറത്ത് അമ്പെയ്ത്തുകാരുടെ മത്സരം നടക്കുന്നുണ്ട്. അമ്പെയ്ത്തുകാരും കളരിപ്പയറ്റും എന്തോ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് അത് കാണാൻ വല്ലാത്ത കൊതി. അപ്പോൾ വലിയൊരു മതിൽക്കെട്ടിൻ്റെ അപ്പുറത്താണ് ഒരു സംഭവം നടക്കുന്നത്. എങ്ങനെ കാണും? ആയിഷ ബീവി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്കതൊന്ന് കാണണമല്ലോ, കാണാൻ എന്താണൊരു വഴി? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ എടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇടയിൽ മുത്തുനബി ചോദിക്കുന്നുണ്ട്, ആയിഷ മതിയോ, താഴെ ഇറക്കട്ടെ? ആയിഷ ബീവി പറഞ്ഞു, കുറച്ചും കൂടെ നബിയെ, കുറച്ചും കൂടെ. അതെന്തുകൊണ്ടാണ്? ആയിഷ ബീവിക്ക് സത്യത്തിൽ അത് കാണാനുള്ള താല്പര്യം കൊണ്ടല്ല, മുത്തുനബി എന്നെ എടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷവും ആ ഒരു വലിയ വലിയ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അതുകൊണ്ട് കുറേ സമയം ആയിഷ ബീവി ഉമ്മ മുത്തുനബി എടുത്ത് അങ്ങനെ നിന്ന്, മുത്തുനബി ചോദിക്കുമ്പോഴൊക്കെ കുറച്ച് നേരം കൂടെ നബി എന്ന് പറഞ്ഞ് കുറേ സമയം അവിടെ നോക്കി നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത് പോലെ ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ, അത് വേണം ഇത് വേണം, അങ്ങനെ ചെറിയ നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അവരുമായി പുറത്തേക്ക് ഇടയ്ക്കൊക്കെ ജോലിയില്ലാത്ത സമയത്ത്, ഫ്രീ ഉള്ള സമയത്തൊക്കെ അവളുമായി ഒന്ന് പുറത്തു പോയി, ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി അവൾക്ക് വേണ്ട സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി തുറന്ന സംസാരവും തുറന്ന സ്നേഹമൊക്കെ ഒന്ന് കാണിച്ചാൽ അവളെ മനസ്സൊക്കെ റിലാക്സാവും. വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ അവൾ പാടേ മറക്കും. കാരണം എന്താ? എനിക്ക് എൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സമാധാനമാണ് അല്ലെ. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരോടെ കഴിയുന്നു. ഭർത്താവ് മിണ്ടുന്നില്ല, ഭാര്യ മിണ്ടുന്നില്ല, എന്നോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല, ചിലവിന് തരുന്നില്ല, ഒരുപാട് കഷ്ടപ്പാടുകൾ പറയുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാൻ
നല്ല ഒരു സ്നേഹം ലഭിക്കാൻ പ്രിയമുള്ള സ്നേഹനിധികളായ സഹോദരിമാരോട് പറയാനുള്ളത്, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ എന്ന ദിക്ർ നിങ്ങൾ ധാരാളമായി ചൊല്ലുക. അതുപോലെ തന്നെ ഭർത്താവിന് നല്ല ഹൈറായ ഒരു ജോലി ലഭിക്കാൻ, നല്ല വരുമാനം ലഭിക്കാൻ നിങ്ങൾ മഗ്‌രിബിന് ശേഷം 7 തവണ ഏറ്റവും ചുരുങ്ങിയത്, അതല്ലെങ്കിൽ 11 തവണ വദ്ദുഹാ വല്ലൈലി ഇദാ സജ എന്ന സൂറത്ത് നിങ്ങൾ ഓതുക. നമ്മുടെ ഭർത്താവിന് നല്ല ഹൈറായ ജോലി ലഭിക്കുന്നതാണ്. ഉള്ള ജോലിയിൽ ബറക്കത്തും ശമ്പളത്തിൽ വർധനവും ലഭിക്കുന്നതാണ്. ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഭർത്താവിന് വേണ്ടി മനമൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യ ഏത് സമയത്തും അടുക്കളയില്ല. ഫുൾ സമയം ലോക്ക്ഡൗൺ വന്നു, നമ്മളൊക്കെ ഫ്രീ ആയി വീട്ടിലിരുന്നപ്പോൾ പോലും റെസ്റ്റില്ലാത്ത ഒരേ ഒരു സ്ഥലം അടുക്കളയാണ് അല്ലേ. ഫുൾ സമയം അവർ അടുക്കളയില്ല. എന്തൊക്കെ ത്യാഗങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ഉള്ള സമയം, ആ സമയങ്ങളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പാത്രങ്ങൾ കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഒപ്പം കൂടി നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുക. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പൊരുത്തം കിട്ടാൻ വലിയ കാരണമാണ്. ഒരു വീട്ടിൽ ഏറ്റവും വലിയ ബറക്കത്ത് കിട്ടാൻ ഒന്നാമത്തെ കാരണം ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് വീട്ടിൽ വലിയ സമാധാനവും വലിയ ബറക്കത്തും കിട്ടാൻ കാരണമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഒരൽപ്പം ഭക്ഷണം ഭർത്താവിന് കൊടുക്കുക, വാരിക്കൊടുക്കുക, ഭർത്താവ് ഇങ്ങോട്ട് വാരിക്കൊടുക്കുക അല്ലേ. എന്തൊരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ ഒരുപാട് ബറക്കത്തുകൾ അല്ലാഹു തരുന്നതാണ്. സഹോദരിമാർ ചില സമയങ്ങളിൽ അവർക്ക് മെൻസസ് പീരീഡ് സമയത്തൊക്കെ ഒരുപാട് വല്ലാതെ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് അവർ പ്രയാസപ്പെടുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഭർത്താവായി നമ്മൾ എന്ത് ചെയ്യണം? കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അവൾക്ക് റെസ്റ്റ് കൊടുത്ത്. എന്തിന്? ജഗന്യന്താവായ ഖാലിഖായ റബ്ബ് പോലും പറഞ്ഞതെന്താ? മോളെ, പെണ്ണെ, നിനക്ക് മെൻസസ് പീരീഡ് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക? നീ റെസ്റ്റ് എടുക്ക്. നീ നിസ്കരിക്കേണ്ടതില്ല. ആ നിസ്കാരം നീ ഖളാ വീട്ടേണ്ടതില്ല. നിസ്കരിക്കുന്നത് ഹറാമാ. ഖുർആൻ ഓതേണ്ടതില്ല. നീ അതൊന്നും ചെയ്യണ്ട. നീ റെസ്റ്റ് എടുക്കാനല്ലേ അള്ളാഹു പറഞ്ഞത്. ഖുർആൻ ഓതേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല. അള്ളാഹു ഇത്ര കാരുണ്യവാനാണ്. അപ്പോൾ അതുപോലെ നമ്മളെന്ത് മനസ്സിലാക്കണം? അള്ളാഹു പോലും അവൾക്ക് ഇത്ര വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പോയി മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അവളെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതൊക്കെ അവൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തിൽ കഴിയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സ്വാലിഹത്തായ ഭാര്യയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.